വെള്ളമുണ്ട മാവോയിസ്റ്റ് കേസിൽ മാവോയിസ്റ്റ് രൂപേഷിന് 10 വർഷം തടവ്. കൊച്ചി NIA കോടതിയാണ് വിധി പറഞ്ഞത്. മറ്റൊരു പ്രതി അനൂപിന് 8 വർഷം തടവും ശിക്ഷ വിധിച്ചു. വെള്ളമുണ്ട മാവോയിസ്റ്റ് കേസിൽ രൂപേഷ്, കന്യാകുമാരി, അനൂപ്, ബാബു ഇബ്രാഹിം എന്നിവർ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കൊച്ചി NIA കോടതി കണ്ടെത്തിയത്. ഒന്നാം പ്രതി രൂപേഷിന് 10 വർഷം തടവാണ് ശിക്ഷ. 4ാം പ്രതി കന്യാകുമാരിക്കും 8ാം പ്രതി ബാബു ഇബ്രാഹിമിനും 6 വർഷം വീതവും 7ാം പ്രതി അനൂപ് മാത്യുവിന് 8 വർഷവുമാണ് തടവ്. വയനാട് വെള്ളമുണ്ടയിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ AB പ്രമോദിനെ വീട് കയറി ഭീഷണിപ്പെടുത്തുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയും പോസ്റ്റർ പതിക്കുകയും ചെയ്ത കേസിലാണ് ശിക്ഷാവിധി. കേസിൽ 3 പ്രതികൾ പിടിയിലാകാനുണ്ട്. രൂപേഷിനും കന്യാകുമാരിക്കുമെതിരെ ഗൂഢാലോചനയും തീവ്രവാദ പ്രവർത്തനങ്ങളും തെളിഞ്ഞതായും കോടതി വ്യക്തമാക്കി. അനൂപിനും ബാബു ഇബ്രാഹിമിനുമെതിരെ തീവ്രവാദ സംഘടനയിൽ അംഗമായതിനും സഹായം ചെയ്തതിനും UAPA നിയമത്തിലെ 38, 39 വകുപ്പുകൾ മാത്രമാണ് തെളിഞ്ഞത്. 24 കൊച്ചി.